ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിക്ഷ ക്ലാസ് റൂം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി നടന്ന NTA നെറ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻസുകളാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ധാരാളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത മറ്റു ചില ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ അക്കാഡമിക് കൗൺസിൽ ഇൻ എ യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡ്. നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ 5 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ഒരു യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് കൗൺസിലിന്റെ പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുക, ഒന്നാമതായിട്ട് അക്കാഡമിക് കൗൺസിലിന്റെ റെസ്പോൺസിബിലിറ്റി ആവണം. അക്കാഡമിക് കൗൺസിലിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ തന്നെ അത് പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റീസ് ആവണം. നമുക്കറിയാം, പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രാഥമികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. പിന്നീട് സെക്കൻഡറി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ അക്കാഡമിക് കൗൺസിൽ ഇൻ എ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. അതിൽ ഒന്നാമതായി തന്നിട്ടുള്ളത് മെയിൻ്റനൻസ് ഓഫ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് അക്കാഡമിക് പ്രോഗ്രാംസ്. രണ്ടാമതായി തന്നിട്ടുള്ളത് പ്ലാനിംഗ്, കോർഡിനേഷൻ, ഡെവലപ്മെന്റ്, ഓവർസൈറ്റ് ആൻഡ് റിവ്യൂ ഓഫ് അക്കാഡമിക് പ്രോഗ്രാംസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. മൂന്നാമത്തേത് laying down the essential qualifications for recruitment of faculty in various disciplines. നാലാമത്തേത് framing and revising or updating the contents of various academic programs. അഞ്ചാമത്തേത് approval of fee structure for various academic programs. ഈ 5 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഈ 5 സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ 5 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ഒരു അക്കാഡമിക് കൗൺസിലിന്റെ പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത് 1, 2, 4, 5 ഒരു അക്കാഡമിക് കൗൺസിലിന്റെ പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സിയിൽ പറയുന്നത് 1, 4, 3 വീണ്ടും 4 എന്നുള്ളതാണ് അക്കാഡമിക് കൗൺസിലിന്റെ പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. അവസാനത്തെ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് 1, 2, 3, 5 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് 5 ആർ ദ പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ അക്കാഡമിക് കൗൺസിൽ എന്നുള്ളതാണ്. ഇതിൽ ഏതൊക്കെയാണ് ഒരു അക്കാഡമിക് കൗൺസിലിന്റെ പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആൻസർ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ടൈം ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ആലോചിച്ച് ഉത്തരം കണ്ടെത്തിയതിനു ശേഷം കമന്റ് ചെയ്യാം. ഏതായാലും നമുക്ക് ആൻസറിലേക്ക് നോക്കാം. നമുക്കറിയാം, അതിന്റെ ആൻസർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓൺലി എന്നുള്ളതാണ്. 5 സ്റ്റേറ്റ്മെന്റിലെ ആദ്യത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റുകളാണ് ഒരു പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത്. ഒരു യൂണിവേഴ്സിറ്റിയിലെ, ഒരു കോളേജിലെ, ഒരു യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് കൗൺസിലിന്റെ പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് ഒന്നാമത്തേത് മെയിൻ്റനൻസ് ഓഫ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് അക്കാഡമിക് പ്രോഗ്രാം എന്നുള്ളതാണ്. നമുക്കറിയാം, അക്കാഡമിക് പ്രോഗ്രാംസിന്റെ സ്റ്റാൻഡേർഡ്സും ക്വാളിറ്റിയും സ്റ്റാൻഡേർഡ്സും മെയിൻ്റനൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഫണ്ടമെന്റലായ പ്രാഥമികമായ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് മെയിൻ്റനൻസ് ഓഫ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് അക്കാഡമിക് പ്രോഗ്രാം എന്നുള്ളത് ഒരു അക്കാഡമിക് കൗൺസിലിന്റെ പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി ആണ്. രണ്ടാമത്തേത് പ്ലാനിംഗ്, കോർഡിനേഷൻ, ഡെവലപ്മെന്റ്, ഓവർസൈറ്റ് ആൻഡ് റിവ്യൂ ഓഫ് അക്കാഡമിക് പ്രോഗ്രാംസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. നമുക്കറിയാം, ഒരു യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് പ്രോഗ്രാംസിന്റെ പ്ലാനിങ്ങും കോർഡിനേഷനും ഡെവലപ്മെന്റും അതിന്റെ റിവ്യൂവും ഒക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്, ഒരു അക്കാഡമിക് കൗൺസിലിന്റെ പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം, laying down the essential qualifications for recruitment of faculty in various disciplines. ഓരോ ഡിസിപ്ലിനിലെയും ഫാക്കൽറ്റീസിന്റെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള അക്കാഡമിക് പ്രോഗ്രാമിന്റെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മൂന്നാമത്തത് ഓൾറെഡി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ഇതൊരു സെക്കൻഡറി റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലാതെ ഒരു പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഓപ്ഷൻ 3 പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി അല്ല. ദെൻ ഓപ്ഷൻ 4 framing and revising or updating the contents of courses of various academic programs. ഇതും എന്തുമായി ബന്ധപ്പെട്ടതാണ്,
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ പ്ലാനിങ്, കോർഡിനേഷൻ, ഡെവലപ്മെന്റും ആയിട്ടുള്ള അക്കാഡമിക് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റിന്റെ ഉള്ളിൽ വരുന്നതാണ് അതിനെ ഫ്രെയിം ചെയ്യുക, അതിനെ റിവൈസ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതും എന്തെല്ലാം ഒരു പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി അല്ല, മറിച്ച് ഒരു സെക്കൻഡറി റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അഞ്ചാമത്തെ കാര്യം അപ്രൂവൽ ഓഫ് ഫീ സ്ട്രക്ചർ ഓഫ് ഫോർ വേരിയസ് അക്കാഡമിക് പ്രോഗ്രാം. ഓരോ അക്കാഡമിക് പ്രോഗ്രാമിന്റെയും ഫീ സ്ട്രക്ചറിനെ തീരുമാനിക്കുക, എത്രയാണ് ഓരോ പ്രോഗ്രാമിന്റെയും ഫീ എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതൊക്കെ അതിന്റെ ഒരു പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി അല്ല, അതൊക്കെ സെക്കൻഡറി റെസ്പോൺസിബിലിറ്റീസിൽ പെടുന്നതാണ്. അതുകൊണ്ട് അഞ്ചാമത്തതും ഒരു പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്നുള്ളത് പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അക്കാഡമിക് കൗൺസിൽ ആർ maintenance of quality and standards of academic programs, then planning, coordination, development, oversight and review of academic programs of the university എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ചോദ്യവും അതിന്റെ ഉത്തരവും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ടീം ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് എന്നുള്ളതാണ്. താഴെ നമുക്ക് 5 ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്, 5 ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഒരു എഫക്റ്റീവ് ടീം, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എഫക്റ്റീവ് ടീം എന്നുള്ള ഒരു കോർ പോയിന്റ് ആണ്. അതുപോലെ ഹയർ ലേണിംഗ് എന്നുള്ള ടേം ആണ്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ അതിലെ കീ ടേംസ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നമുക്കറിയാം വിച്ച് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ടീം. ഒരു എഫക്റ്റീവ് ടീമിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചത് ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ്. ഹയർ ലേണിംഗുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു എഫക്റ്റീവ് ടീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഒന്നാമത്തേത് പറഞ്ഞിട്ടുള്ളത് ദ അറ്റ്മോസ്ഫിയർ ടെൻസ് ടു ബി ഇൻഫോർമൽ ഇൻ വിച്ച് മെമ്പേഴ്സ് ഓഫ് ടീം ആർ ഇൻവോൾവ്ഡ്. രണ്ടാമത്തെ ഫീച്ചർ ദർ ഈസ് എ ലോട്ട് ഓഫ് ഡിസ്കഷൻ ഇൻ വിച്ച് എവരി വൺ പാർട്ടിസിപ്പേറ്റ്സ്. മൂന്നാമത്തേത് ദ ടാസ്ക് ഓഫ് ദ ഗ്രൂപ്പ് ഈസ് വെൽ അണ്ടർസ്റ്റുഡ് ആൻഡ് അക്സെപ്റ്റഡ് ബൈ ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. നാലാമത് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ആർ നോട്ട് അഫ്രൈഡ് ഓഫ് പുട്ടിംഗ് ഫോർത്ത് ദെയർ ഐഡിയാസ്. 5 the members of the group avoid disagreement and conflict among themselves. Choose the correct answer from the options given below. മുകളിലുള്ള ABCDE എന്ന 5 ഫീച്ചേഴ്സിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് എഫക്റ്റീവ് ടീമുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത് 1, 2, 3, 4 ഫസ്റ്റത്തെ 4 ഫീച്ചേഴ്സ് ആണ് എഫക്റ്റീവ് ടീമിന് ബാധകമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത് 2, 3, 4, 5 ഫീച്ചേഴ്സുകളാണ് എഫക്റ്റീവ് ടീമിനെ ബാധകമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി പറഞ്ഞിട്ടുള്ളത് 3, 4, 5, 1 ഫീച്ചേഴ്സുകളാണ് എഫക്റ്റീവ് ടീമുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ളത് 5-ാമത്തെയും 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ഫീച്ചേഴ്സ് ആണ് എഫക്റ്റീവ് ടീമിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. നമുക്ക് ഏതായാലും ആൻസർ ഏതാണ് എന്ന് നോക്കാം. ആൻസർ എ എന്നുള്ളതാണ്. ഒന്നാമത്തെ എ എന്ന സ്റ്റേറ്റ്മെന്റും ബി എന്ന സ്റ്റേറ്റ്മെന്റും സി എന്ന സ്റ്റേറ്റ്മെന്റും ഡി എന്ന സ്റ്റേറ്റ്മെന്റുമാണ് ഒരു എഫക്റ്റീവ് ടീമിന്റെ ഹയർ ലേണിംഗുമായി ബന്ധപ്പെട്ട ഒരു എഫക്റ്റീവ് ടീമിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് ഈ താഴെ നമുക്ക് തന്നിട്ടുള്ള 5 ഓപ്ഷനിൽ ആദ്യത്തെ 4 കാര്യങ്ങളും ഒരു ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഹയർ ലേണിംഗുമായി ബന്ധപ്പെട്ട് ഒരു എഫക്റ്റീവ് ടീമിനുള്ള ഫീച്ചേഴ്സുകളാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് നോക്കാം. ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് ദ അറ്റ്മോസ്ഫിയർ ടെൻസ് ടു ബി ഇൻഫോർമൽ ഇൻ വിച്ച് മെമ്പേഴ്സ് ഓഫ് ടീം ആർ ഇൻവോൾവ്ഡ് എന്നുള്ളതാണ്. ഈ എഫക്റ്റീവ് ടീമിലെ അല്ലെങ്കിൽ ടീമിലെ ആ ടീമിന്റെ പ്രവർത്തനവും അതിലെ കാര്യങ്ങളും ഒക്കെ എന്താവുക, ഇൻഫോർമൽ ആവുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇൻഫോർമൽ ആകുമ്പോൾ അതിലെ മെമ്പേഴ്സിനെ കൂടുതൽ റിലാക്സബിൾ ആയിരിക്കും, അതിലെ മെമ്പേഴ്സ് എല്ലാം കൂടുതൽ റിലാക്സബിൾ ആയിരിക്കും. അതുപോലെ അവർക്ക് സ്ട്രെസ് കുറവായിരിക്കും, അവർക്ക് കൂടുതൽ ഒരു കംഫർട്ടബിലിറ്റി കൂടുതൽ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഒരു ഇൻഫോർമൽ ആവുന്നത് ഒരു എഫക്റ്റീവ് ടീമിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇൻഫോർമൽ ആവുക എന്നുള്ളത് ഒരു എഫക്റ്റീവ് ടീമിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എ എന്ന സ്റ്റേറ്റ്മെന്റ് ഒരു എഫക്റ്റീവ് ടീമിന്റെ ഒരു ഫീച്ചർ ആണ്. ഇനി നമുക്ക് ബി എന്ന സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദർ ഈസ് എ ലോട്ട് ഓഫ് ഡിസ്കഷൻ ഇൻ വിച്ച് എവരിവൺ പാർട്ടിസിപ്പേറ്റ്സ്. ഒരു ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ ആ ഗ്രൂപ്പിലെ എല്ലാവരും കൃത്യമായി പങ്കെടുക്കുക, എല്ലാവരും വളരെ ഊർജ്ജസ്വലതയോടുകൂടി എല്ലാ ഡിസ്കഷനിലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് പങ്കെടുക്കുക എന്നുള്ളതും
നമുക്കറിയാം ഒരു എഫക്റ്റീവ് ടീമിന്റെ ഫീച്ചർ ആണ് എന്നുള്ളത് നമുക്കറിയാം. അതിൽ നമുക്കൊരു സംശയവും അതിലൊരു ഡൗട്ട്സിനും സാധ്യതയില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ സി നോക്കാം. ദ ടാസ്ക് ഓഫ് ദ ഗ്രൂപ്പ് ഈസ് വെൽ അണ്ടർസ്റ്റുഡ് ആൻഡ് അക്സെപ്റ്റഡ് ബൈ ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ ടാസ്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ടാർജറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ എയിം എന്നുള്ളത് ആ ഗ്രൂപ്പിലെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതും എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതുമാണ്. അത് നമുക്കറിയാം. ഒരു ഗ്രൂപ്പിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ആ ഉദ്ദേശം മനസ്സിലായിട്ടില്ലാത്ത അതല്ലെങ്കിൽ ആ ഉദ്ദേശത്തെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഒരിക്കലും എഫക്റ്റീവ് ആവുകയില്ല. ഒരു ഗ്രൂപ്പ് എഫക്റ്റീവ് ആവുക അതിലുള്ള എല്ലാ അംഗങ്ങളും ഒന്നിനൊന്ന് ചേർന്ന് തോളോട് തോൾ ചേർന്ന് എന്നൊക്കെ പറയുന്നത് പോലെ ഒത്തൊരുമയോടുകൂടി അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ഗ്രൂപ്പ് എഫക്റ്റീവായി മാറുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ സി എന്ന സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം ഒരു എഫക്റ്റീവ് ടീമിന്റെ ഫീച്ചർ തന്നെയാണ്. ഇനി നമുക്ക് ഡി എന്നത് നോക്കാം. ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ആർ നോട്ട് അഫ്രൈഡ് ഓഫ് പുട്ടിംഗ് ഫോർത്ത് ദെയർ ഐഡിയാസ്. നമുക്കറിയാം ഒരു ഗ്രൂപ്പ്സ് സാധാരണ നമ്മുടെ മീറ്റിംഗ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നടക്കുമ്പോൾ പലർക്കും പുതിയ ഐഡിയകൾ മുന്നോട്ട് പറയുവാൻ പല മടിയും ഉണ്ടാകും, പല തടസ്സങ്ങളും ഉണ്ടാകും. ഞാനൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായി പോകുമോ, അല്ലെങ്കിൽ അതൊരു മണ്ടത്തരമായി പോകുമോ, അതല്ല ഞാൻ അങ്ങനെ പറയേണ്ടതുണ്ടോ, ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഒരു എഫക്റ്റീവ് ഗ്രൂപ്പാണ് അതല്ലെങ്കിൽ ആ ടീം ഒരു എഫക്റ്റീവ് ടീമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോട്ട് അഫ്രൈഡ് എന്നാണ്. ഒരു ഗ്രൂപ്പിലെ ഒരു മെമ്പേഴ്സിനും ഒരു പേടിയോ ഒരു ഭയമോ ഒരു തടസ്സമോ ഒന്നും അവരുടേതായ ഐഡിയകൾ മുന്നോട്ട് പങ്കുവെക്കുവാൻ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതിൽ അവർക്കൊരു തടസ്സങ്ങളോ ഒന്നും ഉണ്ടാവാത്ത ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച് ആ ഗ്രൂപ്പ് എന്നുള്ളത് ഒരു എഫക്റ്റീവ് ഗ്രൂപ്പാണ്, അതല്ലെങ്കിൽ ആ ടീം എന്നുള്ളത് ഒരു എഫക്റ്റീവ് ടീമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഡിയിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റും ഒരു ഹയർ ലേണിംഗുമായി ബന്ധപ്പെട്ട ഒരു എഫക്റ്റീവ് ടീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇ എന്ന സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് അവോയ്ഡ് ഡിസഗ്രിമെന്റ്സ് ആൻഡ് കോൺഫ്ലിക്റ്റ് അമംഗ് ദംസെൽവ്സ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിങ്ങനെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് അത് ആദ്യം വായിക്കണം. അതിൽ ഓരോ ടേമും എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതല്ലെങ്കിൽ പല സ്റ്റേറ്റ്മെന്റിലും പല ക്വസ്റ്റ്യൻസിലും വളരെ ട്രിക്കി ആയിരിക്കും. നമ്മൾ ആ ട്രിക്കി ക്വസ്റ്റ്യൻസിന്റെ അവരുടെ വലയിൽ വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോന്നും വളരെ ശ്രദ്ധിച്ച് കെയർ ചെയ്ത് വായിക്കണം. അതുകൊണ്ട് ഇത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാം. ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് അവോയ്ഡ് ഡിസഗ്രിമെന്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് എന്നാണ് പറഞ്ഞത്. ഇവിടെ അവോയ്ഡ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അവോയ്ഡ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ഡിസഗ്രിമെന്റോ ഒരു കോൺഫ്ലിക്റ്റോ ഒരു ടീമിൽ ഉണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യതകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല വേണ്ടത്. ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ അവിടെ ഡിസഗ്രിമെന്റ്സ് ഉണ്ടാകും, അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഡിസഗ്രിമെന്റ്സിനെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ അഡ്രസ് ചെയ്തുകൊണ്ട് അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എഫക്റ്റീവ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ളത്. അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല. ഒരു ഡിസഗ്രിമെന്റ്സിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല. ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നതല്ല, മറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ അഡ്രസ് ചെയ്തുകൊണ്ട് അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എഫക്റ്റീവ് ടീമിന്റെ ഫീച്ചർ. അതുകൊണ്ട് ഈ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് എഫക്റ്റീവ് ടീമിന്റെ ഫീച്ചർ അല്ല, അതല്ലെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ABCD എന്നുള്ളതാണ് ഒരു ഹയർ ലേണിംഗുമായി ബന്ധപ്പെട്ട ഒരു എഫക്റ്റീവ് ടീമിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം, നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ 2 സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ താഴെ കാണുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ശരി എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിലെ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് സ്വയം ആൻഡ് ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ aims at providing affordable and quality education to the citizens എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്വയം aims at promoting the education and health of adolescent girls എന്നുള്ളതാണ്. ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ പറയുന്നത്
ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ബിയിൽ പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫാൾസ് എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ് എന്നുള്ളതാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ എന്നുള്ളതാണ്. ഇതിലേത് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ ആണ് ശരി എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് എന്തായാലും നമ്മുടെ ആൻസർ നോക്കാം. ആൻസറിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആയി, എന്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ഫാൾസ് ആയി എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വയത്തെ കുറിച്ച് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഫുൾ ഫോം. ഈ സ്വയത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കഴിഞ്ഞ നമ്മുടെ ഡിസ്കഷനിൽ ഒരുപാട് സ്വയത്തെ കുറിച്ചും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും അതിന്റെ എയിംസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും നോക്കാം. സ്വയം ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ശരിയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് സ്വയം എന്നുള്ളത്. ഇവിടെ റംസ് എന്നല്ല, അതിന്റെ പകരം എയിംസ് എന്നാണ്, അത് തെറ്റിപ്പോയതാണ്. എയിംസ് അറ്റ് പ്രൊവൈഡിങ് അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ദ സിറ്റിസൺസ്. നമുക്കറിയാം സ്വയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളത് ഒന്ന് ആക്സസിബിലിറ്റി എന്നുള്ളതാണ്, രണ്ടാമത്തേത് ഇക്വിറ്റി എന്നുള്ളതാണ്, മൂന്നാമത്തേത് ക്വാളിറ്റി എന്നുള്ളതാണ്. ആക്സസിബിലിറ്റിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാവർക്കും, ഇന്ത്യയിലെ മതജാതി ഭേദമന്യേ പണമുള്ളവർക്കും പണമില്ലാത്തവർക്കും എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ട്, ഇക്വിറ്റി എന്നുള്ളതാണ്, അതിലൊരു വിവേചനവും പാടില്ല, ഒരു വിവേചനവും ഇല്ലാതെ എല്ലാവർക്കും ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, സ്വയം പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തേത് ക്വാളിറ്റി എന്നുള്ളതാണ്, ഈ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്വയം ഇനീഷ്യേറ്റീവ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എയിംസ് അറ്റ് പ്രൊവൈഡിങ് അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ദ സിറ്റിസൺസ് എന്നുള്ളതാണ്. നമുക്കറിയാം അഫോർഡബിൾ, ഇങ്ങനെ അതിന്റെ ലക്ഷ്യങ്ങളായ ആക്സസിബിലിറ്റിയും ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഫലവത്താവണമെങ്കിൽ സ്വയം പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ അഫോർഡബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വയം പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവർക്കും, ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും അഫോർഡബിൾ ആയിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 എന്നുള്ളത് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. സ്വയം എയിംസ് അറ്റ് പ്രൊമോട്ടിംഗ് ദ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഓഫ് അഡോളസെന്റ് ഗേൾസ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്വയത്തിന്റെ ഒരു എയിം എന്നുള്ളത് അഡോളസെന്റ് ഗേൾസിന്റെ എഡ്യൂക്കേഷനും ഹെൽത്തും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓൾ സിറ്റിസൺ, ഇന്ത്യയിലെ എല്ലാ സിറ്റിസണിനും അഫോർഡബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എയിം. അഡോളസെന്റ് ഗേൾസിന് മാത്രം എഡ്യൂക്കേഷനും ഹെൽത്തും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആയതും സ്റ്റേറ്റ്മെന്റ് 2 ഫാൾസ് ആയിട്ടുള്ളതും. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ സ്വയത്തെക്കുറിച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കം അണ്ടർ ദ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ NBA? നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ കീഴിൽ വരുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓപ്ഷൻ ബി ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓപ്ഷൻ സി അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓപ്ഷൻ ഡി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ പറയുന്ന 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ കീഴിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ചോദ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഏതായാലും അതിന്റെ ആൻസർ നോക്കാം. അതിന്റെ ആൻസർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത്. നിങ്ങൾക്ക് NBA കുറിച്ച് അറിയും എന്ന് വിചാരിക്കുന്നു. NBA എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ NAAC എന്ന് കേട്ടിട്ടുണ്ടാവും. NAAC, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. NAAC പോലെ തന്നെയുള്ള മറ്റൊരു ഉന്നത ബോഡിയാണ് NBA എന്നുള്ളത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ നൽകുന്ന ഉന്നത ബോഡികളിൽ ഒന്നാണ് NBA, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ. മറ്റൊന്നാണ് NAAC, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് NBA, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ, NBA അക്രഡിറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ്, ലൈക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് പ്രോഗ്രാംസിനെയൊക്കെയാണ് NBA
അക്രഡിറ്റ് ചെയ്യുന്നത്. മറിച്ച് നാക്, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ അക്രഡിറ്റ് ചെയ്യുന്നത് ജനറൽ യൂണിവേഴ്സിറ്റീസിനെയും ജനറൽ കോളേജസിനെയുമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഡിഫറൻസ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. Which statutory body of a university has the power to accord formal approval to the program and courses of studies? നമുക്ക് 4 ബോഡീസ് തന്നിട്ടുണ്ട്. 1 സെനറ്റ് ആണ്, 2 സിൻഡിക്കേറ്റ് ആണ്, 3 അക്കാഡമിക് കൗൺസിൽ ആണ്, 4 ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ്. ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട 4 ബോർഡുകളാണ് സെനറ്റ്, സിൻഡിക്കേറ്റ്, അക്കാഡമിക് കൗൺസിൽ, ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്നുള്ളത്. ഈ ബോർഡുകളിൽ അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഒരു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ കോഴ്സസുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾക്കും അതുപോലെയുള്ള കോഴ്സുകൾക്കും ഫോർമൽ അപ്രൂവൽ നൽകുന്നത് ഈ താഴെ തന്നിട്ടുള്ള 4 ബോഡിയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്കും പ്രോഗ്രാമുകൾക്കും അപ്രൂവൽ നൽകുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അതിന്റെ ആൻസറിലേക്ക് നോക്കാം. അതിന്റെ ആൻസർ അക്കാഡമിക് കൗൺസിൽ എന്നുള്ളതാണ്. അക്കാഡമിക് കൗൺസിലിനാണ് ഒരു യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോഴ്സുകൾക്കും അല്ലെങ്കിൽ പ്രോഗ്രാമുകൾക്കും സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ടീച്ചിങ്, ലേണിംഗ്, റിസർച്ചുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്കും പ്രോഗ്രാമുകൾക്കും അപ്രൂവൽ നൽകുക എന്നുള്ള പവർ ഉള്ളത് അക്കാഡമിക് കൗൺസിലിനാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു, അക്കാഡമിക് കൗൺസിലിന്റെ ഒരു പ്രിൻസിപ്പൽ റെസ്പോൺസിബിലിറ്റി ആണ് മെയിൻറ്റെയിനിങ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് എന്നുള്ളത്. അതുപോലെ തന്നെ അവർക്കുള്ള ഒരു പവറാണ് അപ്രൂവൽ നൽകുക എന്നുള്ളത്. കോഴ്സുമായി ബന്ധപ്പെട്ട സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കോഴ്സസിനും പ്രോഗ്രാംസിനും അപ്രൂവൽ നൽകുക എന്നുള്ളതും അക്കാഡമിക് കൗൺസിലിന്റെ ഒരു പവറാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ തവണ ഹയർ എഡ്യൂക്കേഷനിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.